ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും. നമ്മുടെ ഹെൽത്ത്, പഴയകാലത്തെ യോഗ, അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ പറയുകയാണ്. കാരണം അന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കന്ന് ഓടിക്കളിയാണ്. ഓടിക്കളി എന്ന് വെച്ചാൽ തെങ്ങിൽ ചുറ്റി ഓടിക്കളി, ഒളിച്ചുകളി, പാണ്ടികളി. പെൺകുട്ടികൾക്ക് അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പാണ്ടികളി എന്ന് പറയും, ഇങ്ങനെ ലൈൻ വരച്ചിട്ട് അതിൽ കൂടെ ചാടണം നമ്മൾ. അതാണ് പാണ്ടികളി എന്ന് പറഞ്ഞാൽ. അത് പെൺകുട്ടികൾക്കാണ്. ചിലപ്പോൾ അതിൽ ആൺകുട്ടികളും വരും. ആൺകുട്ടികൾക്ക് പിന്നെ പറയേണ്ട പലതരം കളികളായിരിക്കും. വൈകുന്നേരം വന്നു കഴിഞ്ഞ് നമ്മുടെ ഭക്ഷണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ബേക്കറി ഫുഡൊന്നുമല്ല, നമ്മുടെ കപ്പ, അങ്ങനെ എന്തെങ്കിലും പയർ വേവിച്ചത്, അതൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മുടേതായ പണികളൊക്കെ ചെയ്തിട്ട് നമുക്ക് കളിക്കാൻ പോകണം. എല്ലാവരും കളിച്ചിരിക്കും. വൈകുന്നേരം അതൊരു മസ്റ്റാണ്. കളിക്കാമെന്ന് വെച്ചാൽ ആ കിട്ടുന്ന എക്സസൈസ് മാത്രമല്ല, ആ കൂട്ടായ്മ. ചിലപ്പോൾ നമ്മുടെ മാമൻ്റെയും മക്കളും അടുത്ത ബന്ധുക്കളൊക്കെ ചുറ്റുപാടും ഉണ്ടാവില്ല, അവരുടെ മക്കളും എല്ലാം കൂടും ഈ കളിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം, കുട്ടികളായിട്ടുള്ള നല്ലൊരു ബന്ധം വളർത്തുക. കാരണം എന്താ വെച്ചാൽ അന്ന് വൈകുന്നേരം നമുക്ക് വന്നിട്ട് ഈ മൊബൈലിൽ നോക്കാനോ ഒന്നുമില്ലല്ലോ. ഈവൻ ടി വി ഇല്ല, ലാൻഡ് ഫോണില്ല, മൊബൈലില്ല, ഒന്നുമില്ലാത്തൊരു കാലമായിരുന്നു പണ്ടത്തെ കാലം. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ എക്സസൈസ് എന്ന് പറയുന്നത് കൂട്ടുകാരുമായിട്ട് കളിച്ച് തീർത്ത് അവർ തളർന്ന് വിയർത്ത് വരുന്നത് കണ്ടു കഴിഞ്ഞാലും ആ വിയർപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ദേഹവും കഴുകി സന്ധ്യാനാമം ജപിച്ചിട്ടാണ് അടുത്ത നമ്മുടെ പഠിക്കാൻ ഓരോരുത്തരും കയറുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എക്സസൈസ്. പഠിത്തത്തിനെക്കുറിച്ച് ഇന്ന് പറയുന്നില്ല, പഴയകാലത്തെ പഠിത്തം പിന്നീട് പറയാം. അപ്പോൾ എക്സസൈസ് കിട്ടുന്ന ഓരോ വർക്കുകളാണ് ഈ പറയുന്നത്. പിന്നെ ഈ പാടത്ത് പോയി കുനിഞ്ഞിരുന്ന് പയറും ഉഴുന്നും ഒക്കെ പറിക്കുന്ന കാര്യം ഒന്ന് ആലോചിക്കും. മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് വേണം പയർ കൃഷിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പോകേണ്ടത്. നല്ല ഈവനിങ്ങുള്ള ആ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയം ഒന്ന് ആലോചിക്കുക. ആ ഒരു സൂര്യരശ്മിയുടെ അവസാനത്തെ ആ ഒരു പ്രഭയിലാണ് നമ്മളൊക്കെ വയലിൽ പോയി പയർ പറിക്കുന്നതും ഉഴുന്ന് പറിക്കുന്നതും സന്തോഷമായിട്ട് അവിടെയും കളികൾ പലതും കളിച്ചിട്ടായിരിക്കും വീട്ടിൽ വരുന്ന. ഹെൽത്ത് എന്ന് പറയുന്ന ഒരു അപാര കേസായിരുന്നു അന്നത്തെ ഹെൽത്ത്. പിന്നെ കാരണം അവിടെ വേറെ റെസ്ട്രിക്ഷനൊന്നും വേണ്ട. കാരണം എല്ലാവരും വന്ന് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. അപ്പോൾ അവരവർക്ക് തന്നെ ആ ഹെൽത്ത് കിട്ടിക്കോളും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ കാലത്തെ ഞാൻ കളിയാക്കലോ ഒന്നുമല്ല. മോഡേണൈസ്ഡ് ആയതുകൊണ്ട് ഒരുപാട് അമ്മമാർക്ക് ജോലിക്ക് പോകാനൊക്കെ ഇപ്പോൾ സാധിക്കും. അന്ന് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഡ്യുവൽ റോൾ ഓഫ് ഹ്യൂമൻ എന്ന് പറയുന്ന, വീട്ടിലെ കാര്യങ്ങളും നോക്കണം, പുറത്ത് ജോലിക്കും പോകണം, വീട്ടിൽ ഇതുപോലത്തെ സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ ആണുങ്ങളൊക്കെ അന്ന് അടുക്കളയിൽ പോലും കയറാൻ പാടില്ല, ഹെൽപ്പ് ചെയ്യാനേ പാടില്ല. അത് ഭയങ്കര നാണക്കേടാണ്. അടുക്കളയിൽ കയറി എന്തെങ്കിലും ആണുങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ. ഇന്നെല്ലാം മാറിയില്ലേ. നല്ല കുട്ടികൾ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും കൂടെ അല്ലേ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നത്. മനസ്സിലായില്ലേ. മോഡേൺ ഉപകരണങ്ങളാണെങ്കിലും അവർ രണ്ടുപേരും കൂടി ചേർന്നാൽ. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ എല്ലാവരും, പെൺകുട്ടികൾക്കും ആൺകുട്ടികളായാലും വീട്ടിൽ വന്നു കയറുന്നവരായാലും എല്ലാവർക്കും പണി കാണും. കൂട്ടുകുടുംബമായതിൻ്റെ ഇഷ്ടം പോലെ പണി കാണും. ഈ പണി ചെയ്യുന്നത് നല്ല ആരോഗ്യമാണ്. അതാണ് ഞാനീ പറഞ്ഞു വന്നത്, അവർക്ക് കിട്ടുന്ന ആരോഗ്യം. അപ്പോൾ ആ ഹെൽത്ത് നിലനിൽക്കാൻ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ട്രൈ ചെയ്താൽ നമുക്കൊക്കെ അതുപോലെ അടിച്ചു നനക്കല്ല, ഇതെല്ലാം വാഷിംഗ് മെഷീനിലില്ലാത്തതുകൊണ്ട് അടിച്ചു നനച്ചേ പറ്റും നമുക്ക്. തുണി എല്ലാവരും അവരോട് അടിച്ചു നനയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഹെൽത്ത്. അങ്ങനെ ഹെൽത്തിൻ്റെ ഒരു കളിയായിരുന്നു ഇന്നത്തെ കാലത്തെ ആ വയസ്സായവർ നിൽക്കുന്നത്. ആ ഹെൽത്തിൻ്റെ ഇതുകൊണ്ടാണ്. അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം. ബായ്.